ഹലോ നമസ്കാരം. ചന്ദ്രകല ടാരോട്ട് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ട് സ്വസ്ഥമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു പിക്കപ്പ് ആയിൽ റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇന്നത്തെ റീഡിങ്ങിന്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി നിങ്ങളോട് എങ്ങനെയാണ് പെരുമാറുക, നിങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഈ റീഡിംഗിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഇന്നത്തെയും പോലെ 3 ഗ്രൂപ്പുകളാണ് ഈ റീഡിംഗിൽ ഉള്ളത്. നിങ്ങൾക്ക് തമ്മിലുള്ള 3 ചിത്രങ്ങൾ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഈ 3 ഡെക്കുകൾ ഉപയോഗിച്ചോ ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങളുടെ ഗ്രൂപ്പ് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പിൽ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ആ 2 ഗ്രൂപ്പിലെ മെസ്സേജസ് മുഴുവനായി കേൾക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന സന്ദേശങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളും മാത്രം സ്വീകരിക്കുക. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണെന്ന് എപ്പോഴും ഓർക്കുക. അപ്പൊ എല്ലാ റീഡിംഗ് എല്ലാവർക്കും ഉള്ളതായിരിക്കണം എന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും കണക്ട് ചെയ്യുന്നില്ല എങ്കിൽ ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് അല്ല എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഗ്രൂപ്പ് 1ന്റെ റീഡിംഗിലേക്ക് കടക്കാണ്. നിങ്ങൾ ഇവിടെ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങളുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഇൻറ്റ്യൂട്ടീവ്ലി തിരഞ്ഞെടുക്കുക. ഹലോ ഗ്രൂപ്പ് 1, നമസ്കാരം. അപ്പൊ നിങ്ങൾ തമ്മിലത്തെ ആദ്യത്തെ ചിത്രമാണ് ചൂസ് ചെയ്തത് അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. നോക്കാം. ഗ്രൂപ്പ് 1ൽ ഉൾപ്പെട്ടിട്ടുള്ള കളക്റ്റീവ്സിന്റെ ഭാവി ജീവിത പങ്കാളി അവരോട് എങ്ങനെയാണ് പെരുമാറുക? ഓക്കെ, നിങ്ങൾക്ക് എപ്പോൾ ഒരു എന്താ പറയാ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് ഒരു ചാലഞ്ചിങ് സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ഭാവി ജീവിത പങ്കാളി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. അവിടെ ഒരു ചോയ്സ് ഒക്കെ ഒരു തീരുമാനം എടുക്കേണ്ട അവസ്ഥയാണ്, നിങ്ങൾക്ക് അത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും അവസാനിപ്പിക്കേണ്ടി വരുമായിരിക്കാം. ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ ഒന്നിനെ ഉപേക്ഷിച്ച് ഒന്ന് സ്വീകരിക്കേണ്ട അവസ്ഥയൊക്കെ ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള നിങ്ങളുടെ നല്ലതിനായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഈ വ്യക്തി നിങ്ങളോട് വളരെ നിങ്ങളെ സഹായിക്കും. അവരാണ് നിങ്ങളെ സഹായിക്കുക, അവരാണ് ആ ഡിസിഷൻ എടുക്കുന്നതിന് എപ്പോഴും സഹായിക്കുക. അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ നല്ല ഭാവിയാണ്. നിങ്ങൾക്ക് അതുകൊണ്ട് ഭാവിയിൽ ഉപകാരം ഉണ്ടാവണം എന്നുള്ളത് മാത്രമായിരിക്കും അവരുടെ ചിന്ത. അതാണ് അവരുടെ പ്രയോറിറ്റി ആയിരിക്കുക. ഓക്കെ, വളരെ ക്ഷമയോടെ തന്നെ നിങ്ങളുടെ ആ സിറ്റുവേഷനെ മനസ്സിലാക്കി, നിങ്ങളുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് എന്താണോ അത് മനസ്സിലാക്കി തരാനും അത് തിരഞ്ഞെടുക്കാനും അവർ നിങ്ങളെ സഹായിക്കുന്നതാണ് എന്ന് കാണുന്നു. ഈ വ്യക്തി വളരെയധികം റൊമാൻറ്റിക് ആയിരിക്കും എന്ന് കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളോടുള്ള ഒരു പ്രണയമൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ മടിയില്ലാത്ത ഒരാൾ തന്നെയായിരിക്കും. ഓക്കെ, അത് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലെടുത്ത് വെച്ചിട്ട് ഉള്ള പെരുമാറ്റമല്ലായിരിക്കും. അവർക്കുള്ള സ്നേഹം അവര് തുറന്നു കാണിക്കുന്ന ആളായിരിക്കും എന്ന് കാണുന്നു. Clarify the 5 of Swords. നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന എന്തെങ്കിലും ചിന്തകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെയും ഈ പറഞ്ഞ പോലെ ആ ഒരു അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥതകൾ അത് തിരിച്ചറിയാനും പ്രത്യേകിച്ച് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റായ ചിന്തയാണ്, അത് മനസ്സിൽ ഉള്ളതാണ്, വെറും ചിന്തകൾ മാത്രമാണ്, അതിനെക്കുറിച്ച് ആലോചിച്ച് ഭയപ്പെടേണ്ടതില്ല. ആ ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് വേണ്ടുന്ന ഒരു ക്ലാരിറ്റി, ആ റിയലൈസേഷൻ കൊണ്ടുവരുന്നത് ഈ വ്യക്തിയായിരിക്കും എന്ന് കാണുന്നു. അവരാണ് എപ്പോഴും നിങ്ങൾക്ക് ആ വേണ്ടുന്ന നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നിങ്ങൾ അങ്ങനെ സ്ട്രെസ്ഡ് ആണെന്ന് കാണുമ്പോൾ ഇപ്പൊ നിങ്ങൾ ചിലപ്പോൾ സ്ട്രെസ്ഡ് ആയിട്ട് കുറച്ച് ഒന്ന് ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ചിലപ്പോൾ അതൊക്കെ അവരുടെ അടുത്ത് ആ ഒരു ബിഹേവിയർ ഒക്കെ കുറച്ച് റഫ് ആയിട്ടൊക്കെ ബിഹേവ് ചെയ്യാൻ സാധ്യതയുണ്ട്. അന്നേരം ആ സമയങ്ങളിലൊക്കെ അവരൊരിക്കലും നിങ്ങളോട് തിരിച്ച് ഹാർഷ് ആയിട്ടല്ല പെരുമാറുക. അവർ കൃത്യമായി മനസ്സിലാകും നിങ്ങൾക്ക് എന്ത് ഡിസ്റ്റർബൻസ് ഉണ്ടെന്നുള്ളത്. നിങ്ങളോട് സമാധാനത്തോടെ ഇരുന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു നിങ്ങളെ സ്ട്രെസ് ചെയ്യിക്കുന്ന കാര്യം എന്താണോ അതിന് ഒരു സൊല്യൂഷൻ കണ്ടെത്താൻ, അല്ലെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലുള്ളത് അനാവശ്യമായിട്ടൊരു ചിന്തയാണ്, ഓക്കെ, അതിന് അങ്ങനെ ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല എന്നാണെങ്കിൽ അത് അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അത് വെറും ഒരു തോട്ട് മാത്രമാണ്, അതിനെക്കുറിച്ച് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ടതില്ല എന്ന ആ ഒരു വ്യക്തത നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് ഈ വ്യക്തിയായിരിക്കും എന്ന് കാണുന്നു. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഇവർക്ക് ഒരു പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ് ഈ വ്യക്തിക്ക് ഒരു എന്താ പറയാ അവരുടെ പ്രയോറിറ്റി അതായിരിക്കും. അവർ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ കാര്യത്തിനായിരിക്കും എന്ന് കാണുന്നു. നിങ്ങളോടൊപ്പം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളായിരിക്കും. അപ്പൊ നിങ്ങളെയും കൊണ്ട് യാത്രകളൊക്കെ ഒരുപാട് പോകാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങളിലാണ് അവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധയായിരിക്കുക, നിങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ. ഓക്കെ, അപ്പൊ അവരുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളാകാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ചെറിയ വലിയ വിജയങ്ങളിലൊക്കെ ഒരുപോലെ അഭിമാനിക്കുന്ന ഒരാളാണ്. ഓക്കെ, അതെത്ര നിങ്ങളെ ചിലപ്പോൾ ചെറുതാണ്, അത്ര വലിയ കാര്യമായിട്ടുള്ള വിന്നിങ് ഒന്നല്ല എന്നുണ്ടെങ്കിൽ അവരത് സെലിബ്രേറ്റ് ചെയ്യും. ഓക്കെ, കാരണം അവർക്കത് പ്രഷ്യസ് ആണ്. അവർ അതിന്റെ വലിപ്പച്ചെറുപ്പം ഒന്നും അവിടെ നോക്കുന്നില്ല. അവർ വളരെയധികം പ്രൗഡ് ആയിരിക്കും, അത് അവർ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ
എല്ലാം കൊണ്ടും ആ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ആ ഒരു സെൽഫ് റെസ്പെക്ട്, മ്യൂച്വൽ റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ നൽകി ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് ഈ റിലേഷൻഷിപ്പിൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആയിരിക്കും. നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒക്കെ അവസാനിച്ചു പോകുമ്പോൾ, എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ എന്താ പറയാ, നിങ്ങൾക്ക് അവിടെ നിന്നൊരു ഹീലിംഗ്, ആ ഒരു കാര്യത്തിൽ നിന്ന് റിക്കവർ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനായിട്ട് ഈ വ്യക്തിയാണ് സഹായിക്കുക. അവരെപ്പോഴും അങ്ങനത്തെ അവസരങ്ങളിൽ നിങ്ങൾ ഒരുപാട് തളർന്നു പോകുമ്പോൾ എന്തെങ്കിലും കാര്യം അവസാനിക്കുന്നതായിരിക്കാം. അത് അവസാനിച്ചു പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ഇനി മുന്നോട്ടുള്ള ലൈഫിൽ ആ ഒരു പെർട്ടിക്കുലർ കാര്യം, ആ ഒരു പെർട്ടിക്കുലർ എനർജിക്ക് നിങ്ങളുടെ ലൈഫിൽ തുടരാനുള്ള അർഹതയില്ലാത്തത് കൊണ്ടാണ് അത് അവസാനിച്ചു പോകുന്നത്. അതിനൊരു കാരണം ഉണ്ടാകുന്നു എന്ന് മാത്രം. അപ്പൊ ഈ അങ്ങനത്തെ അവസരങ്ങളില് പക്ഷെ നിങ്ങൾ ഇമോഷണലി ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവും ആ കാര്യം അവസാനിക്കുമ്പോൾ. ചിലപ്പോൾ ചില റിലേഷൻഷിപ്സ് ആയിരിക്കും അവസാനിച്ചു പോകണേ, ചില സാഹചര്യങ്ങളിലായിരിക്കാം നിങ്ങൾ അതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകേണ്ട അവസ്ഥയായിരിക്കാം. അപ്പൊ അവിടെ നിങ്ങൾ കുറച്ച് ഡൗൺ ആകുമ്പോൾ, ഇമോഷണലി ഡൗൺ ആകുമ്പോൾ നിങ്ങൾ എന്ത് ഡിസേർവ് ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളെ ഓർമ്മിപ്പിച്ചു തരുന്നത് ഈ വ്യക്തിയായിരിക്കും. അവരാണ് നിങ്ങളോട് പറയാ. ഓക്കെ, അവരാണ് നിങ്ങളോട് പറയാ അത് ഇങ്ങനെ സംഭവിച്ചത് എന്തുകൊണ്ടാണെന്നറിയോ, അത് ഇയാൾക്ക് ഇതിനേക്കാളും നല്ലതാണ് ഡിസേർവ് ചെയ്യുന്നത്. എന്താണ് അവസാനിച്ചു പോയത്, അതെന്തുകൊണ്ട് അവസാനിച്ചു പോയി, അതെന്തുകൊണ്ട് നിങ്ങൾക്ക് ഡിസേർവ് ചെയ്യുന്നില്ല എന്നുള്ളതിനെയൊക്കെ സംബന്ധിച്ച് ഒരു വ്യക്തത ഒക്കെ നിങ്ങൾക്ക് നൽകി നിങ്ങളുടെ ഒരു സെൽഫ് വർത്ത്, നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് ഈ ഒരാളായിരിക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആയിരിക്കും. അവർ വളരെയധികം ഒരു സ്വീറ്റ് കെയറിങ് സൈഡാണ് അവരുടെ എപ്പോഴും എക്സ്പ്രസ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് അവരുടെ ഒരു സ്നേഹവും കരുതലൊക്കെ വളരെ തുറന്ന് പ്രകടിപ്പിക്കുന്ന ഒരാളാണെന്ന് കാണുന്നു. അതോടൊപ്പം അവർ നിങ്ങളെ കുറിച്ച് വളരെ പ്രൊട്ടക്റ്റീവും ആയിരിക്കും, പൊസസീവും ആയിരിക്കും. നിങ്ങൾ എന്ന് പറയുന്നത് അവരുടെ ടോപ്പ് പ്രയോറിറ്റിയാണ്. നിങ്ങൾ ആണ് അവർക്ക് ഏറ്റവും പ്രാധാന്യപ്പെട്ടത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ അറ്റൻഷൻ, നിങ്ങളുടെ ഒരു എന്താ പറയാ സ്നേഹമൊക്കെ ഒരു പരിധി പങ്കിട്ട് പോകുന്നു എന്ന് തോന്നുമ്പോൾ അതവർക്ക് വിഷമം ഉണ്ടാവാനും സാധ്യതയുണ്ട്. അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ അതിൽ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ഓപ്പൺ ആയിട്ട് അവരോട് സംസാരിക്കുക. അത് തന്നെയാണ് അവർ പ്രിഫർ ചെയ്യുന്നതും. പക്ഷെ അവർ കുറച്ചൊരു പൊസസീവ് ആയിരിക്കും. എന്റെ പാർട്ട്ണർ ആണ് എന്നുള്ള ആ ഒരു എന്താ പറയണ്ടേ, അത് അവരെവിടെയും എക്സ്പ്രസ് ചെയ്യാനായിട്ട് അവരെയും എല്ലാത്തിനും എപ്പോഴും കൂട്ടത്തിൽ ചേർക്കുക. ഓക്കെ, എപ്പോഴും അവർ നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. അവർക്ക് എപ്പോഴും പ്രാധാന്യം നിങ്ങൾ തന്നെയായിരിക്കും. എത്ര ആളുകൾ ഉണ്ടെങ്കിലും നിങ്ങളാണ് അവർക്ക് പ്രയോറിറ്റി ആയിരിക്കുക. അപ്പൊ തിരിച്ചും അതേപോലെ ആയിരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അവരെ എഫേർട്ടിനൊക്കെ ഒരു വാല്യൂ കൊടുക്കുന്ന പോലെയാണ് അവർക്കും തിരിച്ച് ആ ഒരു എന്താ പറയണ്ടേ പ്രയോറിറ്റി കൊടുക്കുമ്പോൾ. അത് കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോഴാണ് അവർ ആ പൊസസീവ്നെസ് ഒക്കെ അവരെ പുറത്തേക്ക് വരിക. ഓക്കെ, വളരെ പ്രൊട്ടക്റ്റീവും ആയിരിക്കും നിങ്ങളെ കുറിച്ച്. ഒരാളും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറുന്നതോ സംസാരിക്കുന്നതോ ഒന്നും അവര് ക്ഷമിച്ചു നിൽക്കില്ല. അവരതിന് റിയാക്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അവർക്ക് വളരെ സ്വീറ്റ് കെയറിങ് സൈഡ് ഒക്കെ ഉണ്ട്. അണ്ടർലൈൻ എനർജി നോക്കൂ, എംപറസ് ഡിവൈൻ കൗണ്ടർ പാർട്ടാണ് അവിടെ എനിക്ക് കിട്ടുന്നത്. ഓക്കെ, നിങ്ങൾ അവരുടെ ഈക്വൽ ആണ്. എല്ലാം കൊണ്ടും അവരുടെ ഈക്വൽ ആയിട്ട് തന്നെയാണ് നിങ്ങളെ കാണുക. ഒരിക്കലും നിങ്ങൾക്ക് താഴെയായിട്ടോ നിങ്ങൾക്ക് മുകളിലായിട്ടോ അല്ല അവർ നിൽക്കുക, നിങ്ങളോടൊപ്പം ആണ് നിൽക്കുക. ഓക്കെ, അപ്പം അതുപോലെ നിങ്ങളായി തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടി ആയിരിക്കും എന്ന് കാണുന്നു. അപ്പൊ നിങ്ങളുടെ അടുത്ത് ആ ഒരു സ്വീറ്റ് കെയറിങ് സൈഡ് ഒക്കെ അവരെപ്പോഴും അത് എക്സ്പ്രസ് ചെയ്യാൻ അവർക്കൊരു മടി ഉണ്ടാവില്ല. സ്നേഹമുള്ളത് പോലെ തന്നെ അവർ എക്സ്പ്രസ് ചെയ്യും. അത് കാണിക്കാൻ, നിങ്ങളുടെ അടുത്ത് കാണിക്കാൻ അവർക്ക് യാതൊരു തരത്തിലുള്ള മടി ഉണ്ടാവില്ല. പക്ഷെ അറ്റ് സെയിം ടൈം വേറെ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്നു, അത് ഏതെങ്കിലും രീതിയിലായിക്കോട്ടെ, ചെറിയ രീതിയിലാണെങ്കിൽ പോലും നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ടാക്കുന്ന പോലെ പെരുമാറിക്കഴിഞ്ഞാൽ അത് കണ്ട് മിണ്ടാതെ നിൽക്കില്ല ഈ വ്യക്തി, അവർ റിയാക്ട് ചെയ്യും. ഓക്കെ, അവരവരുടെ ആ ഒരു ഇഷ്ടമില്ലായ്മ അവരത് പ്രകടിപ്പിക്കും. അവരാ ഒരു പ്രൊട്ടക്റ്റീവ്നെസ് ആണ് നിങ്ങൾ ആരും വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു അവരോട് തന്നെ കൊടുത്തിട്ടുള്ള ഒരു പ്രോമിസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അത് എന്തുകൊണ്ട് അവരത് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുകയാണ് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്. അവരാ ഒരു റിയാക്ട് ചെയ്യുന്നത് നിങ്ങളോടുള്ള സ്നേഹക്കൂടുതലുകൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള റീഡിംഗ്. ഇതാണ് നിങ്ങളുടെ റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 1. ഈ റീഡിംഗിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നടന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ ഗ്രൂപ്പ് 2, നമസ്കാരം. നിങ്ങൾ തമ്മിലത്തെ രണ്ടാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്രൂപ്പ് 2 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ഭാവി ജീവിത പങ്കാളി അവരോട് എങ്ങനെയാണ് പെരുമാറുക, അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക.
Clarify Eight of Cups. അപ്പോ നിങ്ങൾക്ക് നല്ലതല്ലാത്ത ഊർജങ്ങളിൽ നിന്ന് അതിനെ ഉപേക്ഷിച്ച് സമാധാനത്തോടെ അതിനെ ഉപേക്ഷിച്ച് മുന്നോട്ട് പോകുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആയിരിക്കും. ഓക്കെ, പ്രത്യേകിച്ച് ഇമോഷൻസുമായി കണക്ട് ചെയ്തിട്ടുള്ള ചില റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കുക, ചില വ്യക്തികളുമായിട്ടുള്ള കോൺടാക്ട് ഒക്കെ അവസാനിപ്പിക്കുക, അല്ലെങ്കിൽ ബന്ധങ്ങൾ അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ ആ ഒരു സമയത്ത് നിങ്ങൾ കടന്നു പോകുന്ന ഒരു സ്ട്രെസ് ഉണ്ടാവും. ഓക്കെ, ഇമോഷണലി നിങ്ങൾ കുറച്ചൊന്ന് സ്ട്രെസ്ഡ് ആയിരിക്കും, ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും. പക്ഷെ ആ സമയത്ത് നിങ്ങൾക്ക് മാക്സിമം ആ ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളെ മാക്സിമം റിലാക്സ് ആക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആയിരിക്കും. നിങ്ങൾക്ക് നല്ലതല്ലാത്തത് അത് അവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യും. ഓക്കെ, അത് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ആര് തന്നെയാണെങ്കിലും നിങ്ങൾക്ക് നല്ലതല്ല, നിങ്ങളുടെ വാല്യൂ അവർ റെസ്പെക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതപ്പെടുന്ന രീതിയിൽ അവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളോട് ഓപ്പൺ ആയിട്ട് പറയും. ഓക്കെ, അവർ കുറച്ചൊരു സീരിയസ് എനർജിയാണ് കിട്ടുന്നത്. അവർ വളരെ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും, അവർക്ക് ഒരു ഗാർഡഡ് ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളെ ഇങ്ങനെ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിർത്താൻ അവർക്ക് ഒരു താല്പര്യം ഉണ്ടാവും. നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാനായിട്ട് അത് അവർ പ്രത്യേകം ശ്രദ്ധിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബേർഡൻസ്, എന്തെങ്കിലും ഇഷ്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരാണ് എന്ത് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ആ പ്രശ്നങ്ങളൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഭാരങ്ങളൊക്കെ ഇറക്കി വെക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്നത് അവരായിരിക്കും. നിങ്ങളോട് വളരെയധികം എംപറർ, എംപ്രസ്, ഓക്കെ, നേരത്തെ എംപറർ ഇവിടെയും എംപ്രസ് കൂടിയായിരുന്നു. ഡിവൈൻ കൗണ്ടർ പാർട്ട് എനർജിയാണ്. നിങ്ങളോട് വളരെയധികം ആ ഒരു മദർലി കെയർ, ഓക്കെ, ആ ഒരു സ്നേഹവും ആ ഒരു കെയറും അൺകണ്ടീഷണൽ ലവ് ഒക്കെ നൽകുന്ന ഒരു വ്യക്തി എന്ന് കാണുന്നു. അത്രയും ഒരു കമ്പാഷൻ ഒക്കെ കാണിക്കുന്ന ഒരാളാണ്, ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാളാണ് എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കണം, നിങ്ങൾ എപ്പോഴും ജീവിതത്തിൽ ആ ഒരു സന്തോഷം അനുഭവിക്കണം, ആനന്ദം അനുഭവിക്കണം എന്ന ഒരു ആഗ്രഹം അവർക്ക് ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു ലൈഫ് തന്നെയാണ് അവരെപ്പോഴും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുക. നിങ്ങൾ എപ്പോഴും ഹാപ്പി ആയി ഫ്രീ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്തിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ലൈഫാണ് അവർ നിങ്ങൾക്കായിട്ട് എപ്പോഴും ഒരുക്കുക, പ്രത്യേകിച്ച് അവരുടെ കൂടെ ആയിരിക്കുമ്പോൾ. ഓക്കെ, അവർ നിങ്ങളിൽ വളരെയധികം ഫോക്കസ്ഡ് ആയിരിക്കും. എപ്പോഴും നിങ്ങൾക്ക് നല്ലൊരു പങ്കാളിയാകുന്നതിന് വേണ്ടുന്ന പരിശ്രമമായിരിക്കും അവർക്ക് ത്രൂ ഔട്ട്. ഓക്കെ, ഒരുപാട് കമ്മ്യൂണിക്കേഷൻ എനർജി കാണുന്നുണ്ട്. യാത്രകൾ, നിങ്ങൾ ഒരുപാട് യാത്രകൾ ഒരുമിച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നു. പിന്നെ കമ്മ്യൂണിക്കേഷൻ, നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു മേജർ പോർഷൻ എന്ന് പറഞ്ഞാൽ സംസാരമാണ്, സംഭാഷണങ്ങളാണ്. വളരെ ഓപ്പൺ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് അവർക്കത് വളരെ ഇഷ്ടമാണ്. ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കൂടെ, അതും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് പാഷൻ, ഇന്റിമസി, അതും വളരെ സ്ട്രോങ് ആയിട്ട് ഇന്റൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണാനുണ്ട്. പിന്നെ എപ്പോഴും നിങ്ങൾക്ക് മനസ്സ് സ്വസ്ഥായിരിക്കണം, നിങ്ങൾ എപ്പോഴും റിലാക്സ്ഡ് ആയിരിക്കണം എന്ന ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് കാണുമ്പോൾ, അത് മനസ്സിലാകുമ്പോഴും അതിന് എത്രയും പെട്ടെന്ന് ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഇവർ ശ്രമിക്കും. നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന്, നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന സിറ്റുവേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാനാണ് അവര് ശ്രമിക്കുക. ഓക്കെ, അത് എത്ര ചാലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിലും അവർ അങ്ങനെ തന്നെയാണ് ചെയ്യുക. നിങ്ങളുടെ ലൈഫില് കാര്യമായ ഒരു ട്രാൻസ്ഫോർമേഷൻ, കാര്യമായ ഒരു ചേഞ്ച് ഇവരിലൂടെയാണ് സംഭവിക്കുന്നത് എന്ന് കാണുന്നു. ഇന്റൻസ് ആയിട്ടുള്ള ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ ഇവർ മൂലം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അതിലൂടെ നിങ്ങൾക്ക് കുറേയും കൂടെ നിങ്ങളൊരു പീസ്ഫുൾ സിറ്റുവേഷനിലേക്ക് എത്തുന്നതായിട്ട് കാണുന്നു. കുറേ കൂടെ ബാലൻസ്, ഹാർമണി നിങ്ങളുടെ ലൈഫിൽ എൻജോയ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, സർപ്രൈസസ്, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സർപ്രൈസസ് ഇവരെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം തരികയും ചെയ്യും. നിങ്ങൾ സർപ്രൈസ് ആയിരിക്കും, പക്ഷെ ഒരുപാട് നിങ്ങൾക്ക് സന്തോഷം തരികയും ചെയ്യും. നിങ്ങൾ വളരെ പേഷ്യന്റ് ആയിരിക്കും, നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം ക്ഷമയുണ്ടാവും. നിങ്ങളുടെ കാര്യത്തിൽ എത്ര ക്ഷമിച്ചു നിൽക്കാനും ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവരുടെ കാര്യത്തിൽ അങ്ങനെയാണെന്ന് നിർബന്ധമില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. പക്ഷെ മറ്റുള്ളവരുടെ കാര്യത്തിലൊന്നും അങ്ങനെ അല്ലെങ്കിൽ പോലും നിങ്ങളുടെ കാര്യം വന്നാൽ നല്ല ക്ഷമയാണ്. ഓക്കെ, അവർക്ക് അതൊരു ഇഷ്യൂ അല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് ചാലഞ്ചസ് ഉണ്ടെങ്കിലും അത് ഫേസ് ചെയ്യാൻ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് ഈ വ്യക്തിയായിരിക്കും. നിങ്ങൾ ഒരു പ്രശ്നം, നിങ്ങളുടെ ലൈഫിലുള്ള ഒരു പ്രശ്നം ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇവര് സമ്മതിക്കില്ല. ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഫൈനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യാൻ വരെ ഇവര് റെഡി ആയിരിക്കും. നിങ്ങൾക്കും പിന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്കും ഒക്കെ
ഫൈനാൻഷ്യലി പ്രൊവൈഡ് ചെയ്യാനും സെക്യൂർ ആയിട്ടുള്ള ഒരു ലൈഫ് പ്രൊവൈഡ് ചെയ്യാനൊക്കെ അവർക്ക് വളരെയധികം താല്പര്യം ഉണ്ടാവും, അവരത് ആഗ്രഹിക്കുകയും ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതൊന്നും ഇഷ്യൂ അല്ല. നിങ്ങൾ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണെങ്കിലും അവർക്ക് അതൊരു പ്രശ്നമേ അല്ല. പക്ഷെ എന്നാലും അവര് അവരുടേതായ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടുന്ന സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, വാവ്, 10 of cups, 10 of pentacles, 10 of cups. അത്രമേൽ നിങ്ങൾക്ക് ഇമോഷണൽ ഫുൾഫിൽമെന്റ് ലഭിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പിൽ എന്ന് ഉറപ്പുവരുത്തുന്നത് നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാണ്. എന്തെങ്കിലും കൺഫ്യൂഷൻസ്, എന്തെങ്കിലും ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി, എന്തെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടായാൽ തന്നെ അതിനൊക്കെ സൊല്യൂഷൻ കണ്ടെത്താനും, ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ അങ്ങനത്തെ എന്തെങ്കിലും സ്ട്രെസ്സോ എന്തെങ്കിലും ഫിയറോ ഒക്കെ ഉണ്ടാകുമ്പം അതൊക്കെ എത്രയും പെട്ടെന്ന് മാറ്റിയെടുത്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സന്തോഷം ഉള്ള സമയം നിങ്ങളുടെ ലൈഫിൽ മാക്സിമം ഉണ്ടാകുന്നത് ഉറപ്പുവരുത്തുന്നത് ഈ വ്യക്തിയായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ടെൻഷൻസോ കാര്യങ്ങളോ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ ഓക്കെ, അവർ എത്രയും പെട്ടെന്ന് അതിന് സൊല്യൂഷൻ കണ്ടെത്തും. കാരണം അവരുടെ ഇതിൽ എപ്പോഴും നിങ്ങൾ ഹാപ്പി ആയിരിക്കണം, നിങ്ങൾ ഇമോഷണലി എപ്പോഴും ആ ഒരു ഫുൾഫിൽഡ് സ്റ്റേറ്റിലായിരിക്കണം. ഈ അവരുമായിട്ടുള്ള ലൈഫിന്റെ ഓരോ മൊമെന്റ് നിങ്ങൾ എൻജോയ് ചെയ്യണം, നിങ്ങൾ പീസ്ഫുൾ ആയിരിക്കണം. അതുപോലെ ഒരു സ്റ്റേബിൾ സെക്യൂർ ആയിട്ടുള്ള ലൈഫ് ഓക്കെ എല്ലാ തരത്തിലും ഫൈനാൻഷ്യലി മെറ്റീരിയൽ വൈസ് അടക്കം ഉണ്ടാകണം എന്നൊക്കെ ഉറപ്പുവരുത്താൻ അങ്ങനെ ഒരു ശാഠ്യം അവർക്കുണ്ട്. അത് അവർ ഉറപ്പുവരുത്തുകയും ചെയ്യും. ഓക്കെ, യെസ്, നിങ്ങൾക്ക് വേണ്ടി എത്ര കഷ്ടപ്പെടാനും അവർക്ക് യാതൊരു മടി ഉണ്ടാവില്ല. അതിൽ അവർക്ക് ഒരു തരത്തിലുള്ള എന്താ പറയാ, ഇതൊക്കെ ചെയ്യണല്ലോ അങ്ങനത്തെ ഒരു ചിന്തയില്ല. വളരെ ഉത്സാഹത്തോടെ തന്നെയാണ് അവർ പരിശ്രമിക്കുക, കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അവർക്കത് ഒരുപാട് സന്തോഷം നൽകും. ഓക്കെ, സന്തോഷത്തോടെ തന്നെയാണ് അവർ പരിശ്രമിക്കുക. അത് എത്ര ചാലഞ്ചിങ് ആണെങ്കിലും അവർക്ക് അതൊരു ഇഷ്യൂ ആയിരിക്കില്ല. കാരണം നിങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അവർക്ക് അത്രയും പ്രയോറിറ്റി ഉള്ള ഒരാളാണ് നിങ്ങൾ അവരുടെ ലൈഫിൽ. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും അവര് വളരെയധികം ഹാപ്പി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് മൈ ഡിയർ ഗ്രൂപ്പ് 2. ഈ റീഡിങ്ങിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ക്ലാരിറ്റി, നിങ്ങൾക്ക് ആവശ്യമായ ഗൈഡൻസും ഈ ഒരു വിഷയത്തിൽ ലഭിച്ചെന്ന് വിശ്വസിക്കുകയാണ്. റീഡിംഗ് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകണ്ഠ ടാരോ സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലും കമന്റ്സിലും നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിങ്ങിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും എന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകളും നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു. ഹലോ, നമസ്കാരം. ഗ്രൂപ്പ് 3 നിങ്ങൾ തമ്മിലിട്ട് മൂന്നാമത്തെ ചിത്രം അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഡെക്കാണ് ചൂസ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതാണ് നിങ്ങളുടെ റീഡിംഗ്. ഗ്രൂപ്പ് 3 ഉൾപ്പെട്ടിട്ടുള്ള കളക്ടീവ്സിന്റെ ഭാവി ജീവിത പങ്കാളി അവരെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക? എന്തുകൊണ്ടും ഞാൻ കേട്ടത് നിങ്ങളായിരിക്കും അവരുടെ ലൈഫിലെ ബിഗ്ഗസ്റ്റ് ചാലഞ്ച് എന്നാണ്. അവർ അത്രമേൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാലഞ്ച് നിങ്ങളായിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ നേടിയെടുക്കുമ്പോൾ അത്രയും പ്രൗഡ് ആയിരിക്കും അവരിൽ. അവർക്ക് വളരെയധികം ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ് ആയിരിക്കുക നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്ന നിമിഷം, നിങ്ങൾ അവരുടെ സ്നേഹം അംഗീകരിക്കുന്ന സമയം. അവരതുകൊണ്ട് തന്നെ വളരെ നിങ്ങളെ അത്രയും കഷ്ടപ്പെട്ട് നേടിയെടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ വളരെയധികം നിങ്ങളെ വളരെ പ്രഷ്യസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക, വളരെ പ്രൊട്ടക്റ്റീവും ആയിരിക്കും. ഓക്കെ, എന്തൊരു കാര്യത്തിന് നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതിന് മുന്നേ അവരെ ഫേസ് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷൻ അങ്ങനെയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് മാക്സിമം ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് തന്നെ വേണം എന്ന് ആഗ്രഹിക്കുന്ന ശഠിക്കുന്ന ഒരാളായിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നിങ്ങൾക്ക് അവർ പ്രൊവൈഡ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുന്നതാണ്. നിങ്ങളിൽ വളരെയധികം അട്രാക്റ്റഡ് ആയിരിക്കും ഈ ഒരു വ്യക്തി. ഓക്കെ, അപ്പം ആ ഒരു അട്രാക്ഷൻ അവർ എക്സ്പ്രസ് ചെയ്യുകയും ചെയ്യും. അവർ എത്രത്തോളം അട്രാക്റ്റഡ് ആണ് എന്നുള്ളത് നിങ്ങൾ അറിയിക്കുകയും ചെയ്യും എന്ന് കാണുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചാലഞ്ചസ് ഒക്കെ ഉണ്ടാകുമ്പോൾ, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് കരകയറാൻ, അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടുന്ന ഡെഫിനറ്റ്ലി അവരായിരിക്കും മുന്നിൽ ഉണ്ടാവുക. പക്ഷെ ആ ഒരു സമയം എങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തൊക്കെ ചിന്തിക്കണം, എന്തൊക്കെ കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കണം തുടങ്ങിയ അറിവുകളൊക്കെ നിങ്ങൾക്ക് തരുന്നത് അവരായിരിക്കും. അവരാണ് നിങ്ങൾക്ക് ആ ഒരു ഗൈഡൻസ് ഒക്കെ തരിക. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും നിങ്ങളുടെ ലൈഫിന്റെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ഇവര് പരിശ്രമിക്കുന്നതാണ് എന്ന് കാണുന്നു. അതുപോലെ തന്നെ എന്താ പറയാ, നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഈ വ്യക്തി. ഓക്കെ, ഗുഡ് ലക്ക് എലമെന്റ് ആണ് നിങ്ങളുടെ ലൈഫിലെ.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗുഡ് ലക്ക് എനർജിയാണ് ഈ വ്യക്തി. ഇവർ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമ്പോൾ എപ്പോഴും എന്ത് കാര്യങ്ങളും നിങ്ങളുടെ ഫേവറിലാണ് നടക്കുക. അതങ്ങനെ നടക്കണം എന്ന് ഇവർക്കും ആഗ്രഹമുണ്ട്, ഇവർ അതിനായിട്ട് എഫേർട്ട് എടുക്കുകയും ചെയ്യും. പക്ഷെ അതിനപ്പുറം ആ ഒരു സ്പിരിച്വൽ എനർജി അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഭാഗ്യം ഒരുപാട് കൂടുന്നതായിട്ട് കാണുന്നു. അപ്പൊ എന്തൊരു കാര്യം നിങ്ങളുടെ ഫേവറിൽ തന്നെയാണ് നടക്കുക. ഓക്കെ, തിരിച്ചും അതുപോലെ തന്നെയായിരിക്കും കാണുന്നത്. നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ തൊട്ട് അവരുടെ ലൈഫിലും കുറെ കാര്യങ്ങൾ ഫേവറബിൾ ആയിട്ടാണ് നടക്കുക. അപ്പൊ അവർക്കും നിങ്ങൾ അവരുടെ ഗുഡ് ലക്ക് ചാമാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ എന്തൊരാഗ്രഹം ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അത് നിങ്ങളുടെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇവര് ശ്രമിക്കുന്നതാണ് എന്ന് കാണുന്നു. ഇവര് വളരെയധികം പ്രൊട്ടക്റ്റീവ് ആയിരിക്കും നിങ്ങളെ സംബന്ധിച്ചിട്ട്. അപ്പൊ നിങ്ങളുമായിട്ടുള്ള ലൈഫ് അത് അവര് അങ്ങനെ എല്ലാവരും മുന്നിൽ പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കില്ല. ഓക്കെ, നിങ്ങളുടെ ആ ഒരു സ്വീറ്റ് മൊമെന്റ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ ആ ഒരു ലൈഫ് ആയിക്കോട്ടെ, അവരത് പ്രൈവറ്റ് ആക്കി വെക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും എന്ന് കാണുന്നു. നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെന്റ് ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ അത്രമേൽ ആഗ്രഹിച്ച് നേടിയെടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്രയും പ്രഷ്യസ് തന്നെ ആയിരിക്കും നിങ്ങൾ അവർക്ക്. അത് അവരുടെ ഓരോ ബിഹേവിയറിലും അതുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ എന്ത് ഡിസഗ്രിമെന്റ്സ് വന്നാലും, എന്തൊരു അഭിപ്രായ വ്യത്യാസങ്ങൾ അതുണ്ടാവും, ഉണ്ടാവില്ല എന്ന് പറയണില്ല. ഇണക്കുള്ളോടത്താണ് പിണക്കം ഉണ്ടാവുക എന്നാണ് ഞാൻ കേട്ടത്. അപ്പൊ അങ്ങനെ ഉണ്ടാവും, പക്ഷെ ഇവരാണ് എപ്പോഴും അത് സോൾവ് ചെയ്യുക. ഓക്കെ, അവർ തന്നെയാണ് ഒരു സൊല്യൂഷനും ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു പിണക്കം മാറ്റാനായിട്ട് വരിക. നിങ്ങൾ ലൈഫ് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നത് ഇവരായിരിക്കും. ഇവർ ഉറപ്പുവരുത്തും നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം തന്നെയാണ് നിങ്ങൾക്കുള്ളത് എന്ന് അവരെപ്പോഴും അത് നോക്കിക്കണ്ട് അത് ഉറപ്പുവരുത്തുന്നതാണ് കേട്ടോ. അതങ്ങനെ നിങ്ങൾ തന്നെ അവരോട് എല്ലാം പറയണമെന്നൊന്നുമില്ല, പക്ഷെ അവരായിട്ട് തന്നെ അത് കണ്ടെത്തി നിങ്ങൾ എന്താ ആഗ്രഹിക്കുന്നതൊക്കെ മനസ്സിലാക്കി അതനുസരിച്ചൊരു ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും എല്ലാ തരത്തിലും. അവരുടെ ഭാഗത്ത് നിന്ന് ഒരു 100% എഫേർട്ട് ഉണ്ടാകും എന്ന് കാണുന്നു. എന്തൊരു പിണക്കം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെങ്കിലും അത് വളരെ കുറച്ച് സമയത്തിനേ ഉണ്ടാവുള്ളൂ. ഓക്കെ, കുറച്ച് സമയത്തിനാണ് ഉണ്ടാവുക, പെട്ടെന്ന് തന്നെ അത് അവര് സോൾവ് ചെയ്യുന്നതാണ് എന്ന് കാണുന്നു. പെട്ടെന്ന് തന്നെ അവര് എന്താ പറയാ അതിന് സൊല്യൂഷൻ കണ്ടെത്തും. അതിനധികം നേരമൊന്നും നിങ്ങളിൽ നിന്ന് പിണങ്ങിയിരിക്കാനോ നിങ്ങളോട് മിണ്ടാതിരിക്കാനോ ഇവർക്ക് പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് ലൈഫിൽ എന്തൊരു നിങ്ങളെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷൻ ഉണ്ടായാൽ, ഓക്കെ, അതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ വന്നാൽ ഇവരാണ് വളരെ ക്ഷമയോടെ അവരുടെ സ്നേഹം കൊണ്ട് അവരുടെ സ്നേഹത്തിലൂടെ നിങ്ങളെ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ആ ഒരു വേദനയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നത് ഈ വ്യക്തിയായിരിക്കും. അതിനുവേണ്ടി അവർ വളരെ പേഷ്യന്റ്ലി തന്നെയാണ് അവര് എഫേർട്ട് എടുക്കുക. അവരിങ്ങനെ ധൃതി വെക്കില്ല. ഓക്കെ, അവർക്ക് കാരണം അറിയാം നിങ്ങളെ കടന്നു പോകുന്നത് എന്ത് അവസ്ഥയിലൂടെയാണ് എന്ന് അറിയാനായിട്ട് പറ്റും. ഇതൊരു പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു ബിഗിനിങ് ഫേസിലായിരിക്കും കേട്ടോ ഈ സംഭവം. അപ്പം കാരണം ഇവരിവിടെ കുറച്ച് എഫേർട്ട് എടുക്കുന്നുണ്ട് നിങ്ങളെ കണ്ട് അല്ലെങ്കിൽ നിങ്ങളെ ജീവിതത്തിന്റെ ഭാഗമാക്കാന്ന് കാണുമ്പോൾ ഒരു പക്ഷെ നിങ്ങളായിരിക്കും കുറച്ചൊന്ന് ഗാർഡഡ് ആയിട്ട് നിൽക്കുന്നത് ഈ റിലേഷൻഷിപ്പില്. അപ്പം അത് നിങ്ങളുടെ പാസ്റ്റ് എക്സ്പീരിയൻസസിന്റെ ബേസിലാണ്. അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് ഹീൽ ആകുന്നതിന് ഈ വ്യക്തി നിങ്ങളെ സഹായിക്കേണ്ടത്. അത് അവരുടെ സ്നേഹവും ക്ഷമയും ഇത് രണ്ടുമാണ് അവരുടെ പവർഫുൾ ടൂൾസ് എന്ന് വേണമെങ്കിൽ പവർഫുൾ വെപ്പൺസ് എന്ന് പറയാം. ഈ രണ്ട് പവർഫുൾ വെപ്പൺ ഉപയോഗിച്ചിട്ടാണ് അവരെ ആ ഒരു പാസ്റ്റിൽ നിന്ന് ഹീൽ ആകുന്നതിൽ മാത്രമല്ല വീണ്ടും ആ ഒരു സ്നേഹത്തിലും പ്രണയത്തിലും ഒക്കെ ആ ഒരു വിശ്വാസം നിങ്ങളിൽ കൊണ്ടുവരുന്നതിനും ഓക്കെ അതുവഴി നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകാൻ അവർക്ക് പറ്റുന്നതും അങ്ങനെയാണ്. അപ്പൊ അവരവിടെ അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. നിങ്ങളിൽ ആ ഒരു ഹീലിംഗ് കൊണ്ടുവരുന്നതിലും ഇവർ പ്രധാനമായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ നിങ്ങളെ കുറെ കൂടെ ഗ്രൗണ്ടഡ് ആക്കുന്നതിനും പിന്നെയും ഈ ഒരു പ്രണയത്തിലൊക്കെ ഒരു വിശ്വാസം കൊണ്ടുവരുന്നതിനും നിങ്ങളിൽ ആ ഒരു ഹീലിംഗ് കൊണ്ടുവരുന്നതിനും ഒക്കെ ഇവരൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഇവരിലൂടെയാണ് അത് സംഭവിക്കുന്നത് എന്ന് കാണുന്നു. ഓക്കെ, അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തു വന്ന് ആ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു എന്താ പറയണ്ടേ ഈ വ്യക്തിയുമായിട്ടുള്ള ലോങ് ടേം കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങൾ ചുവടുവെക്കുന്നത്. ഓക്കെ, അത്രയും അവര് ഇവിടെ ഒരു എഫേർട്ട് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. നിങ്ങളുടെ ലൈഫ് മാക്സിമം സ്മൂത്ത് ആക്കാനാണ് ഇവർ ശ്രദ്ധിക്കുക. മാക്സിമം സ്മൂത്ത്, നിങ്ങളുടെ ലൈഫ് സ്മൂത്ത് ആയിരിക്കണം, നിങ്ങളെ ലൈഫ് ഇങ്ങനെ എൻജോയ് ചെയ്യണം അങ്ങനെ. അതുപോലെ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനും അവര് വളരെയധികം റെഡി ആയിരിക്കും. അവർക്ക് അത് താല്പര്യം ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആകണം എന്ന് ആഗ്രഹിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ജോബ് വേണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ഒക്കെ വേണം എന്ന് പറഞ്ഞാലും അതിന് ഫുൾ സപ്പോർട്ടായിട്ട് ഇവരുണ്ടായിരിക്കും. അവരങ്ങനെ എന്താ പറയാ അവര് മാത്രം പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ നിങ്ങളുടെ സ്വപ്നം ആ സ്വപ്നം നേടിയെടുക്കുന്നതിന് നിങ്ങളുടെ കൂടെ തന്നെ ഈ വ്യക്തി ഉണ്ടായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചാലഞ്ച് ഫേസ് ചെയ്തിട്ടാണ് നിങ്ങളെ അവര്
നിങ്ങളുടെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുമ്പോൾ അവർക്ക് വളരെ പ്രഷ്യസ് ആയിരിക്കും. അപ്പൊ ആ നിങ്ങളുടെ ഓരോ ആഗ്രഹങ്ങളും അവർക്ക് പ്രഷ്യസ് ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ഓരോ കാര്യങ്ങളും അവർക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കും, സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അപ്പൊ അവർ അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് നിങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തിലും അവര് ഇടപെടുക. അപ്പോ ഇതാണ് നിങ്ങൾക്കുള്ള റീഡിംഗ്. ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് നിങ്ങൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ചോദിച്ചാൽ ഇതാണ് അതിന്റെ ഉള്ള ഗൈഡൻസ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചന്ദ്രകന്ത ടാരോട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, റീഡിംഗ് ലൈക്ക് ചെയ്യുക, ഫാമിലിക്ക് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ്സിൽ അറിയിക്കുക. പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എനിക്ക് ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കമന്റ്സിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു റീഡിംഗിലൂടെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ ഞാൻ ഈ റീഡിംഗ് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.